ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ചക്കഡാസ് വേളിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു അടിപൊളി ചക്ക. ഏത് മഴക്കാലത്തും നല്ല മധുരവും നല്ല ടേസ്റ്റും വെള്ളത്തിൻ്റെ ഒരു ഇതും കടക്കാത്തൊരു ചക്കനെ പറ്റിയാണ്. നല്ല മൂപ്പുള്ളൊരു പിലാവാണ്, വർഷങ്ങൾ പഴക്കമുള്ള പിലാവാണ്. ഇപ്പോഴും ആള് സൂപ്പറാണ്. ഈ പ്രാവശ്യം നല്ലോണം ചക്ക ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഒരു 100-300 ചക്കയിലൊക്കെ അധികം ഉണ്ടായിട്ടുണ്ട്. നമ്മളെ പിലാവല്ല കേട്ടോ, വെച്ചാൽ നമ്മളെ അയൽവാസിൻ്റെ നമ്മളെ അടുത്തുള്ള പിലാവാണ്. പക്ഷെ അവർ ചക്ക ഇടുമ്പോൾ നമുക്കും തരും. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് വല്ലാതെ ടേസ്റ്റാണ്. അധികം വലിപ്പമൊന്നുമില്ലാത്ത ഒരു ചക്കാണ്. ഒരു ചക്ക മുറിച്ച് 2-3 ആൾക്കൊക്കെ കഴിക്കാനുള്ള ചെറിയ കുരു, അതുപോലെ തന്നെ നല്ല മഞ്ഞ കളറിലെ ചുള, നല്ല കട്ടിയുള്ള ചുള. അതൊരു പ്രാവശ്യം തിന്നാക്ക് പിന്നെ അതിൻ്റെ ടേസ്റ്റ് മറക്കൂല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇവിടുന്ന് കുറേ ആൾക്കാരൊക്കെ തിന്നാലൊക്കെ എല്ലാ വർഷവും ആ ചക്ക ചോദിച്ചു വരും. അപ്പോൾ ആ വീട്ടുകാർ ഒക്കെ ചക്ക മുകളിലൊക്കെ ചക്ക ഇറക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കും. നല്ല ഇതാണ്. അപ്പോൾ എല്ലാവരും അത് കാത്തിക്കുക ആ ചക്ക. ഞങ്ങളും അങ്ങനെ തന്നെ അയൽവാസികളാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം 2-3 പ്രാവശ്യം ഇട്ടു. 2-3 പ്രാവശ്യം ഞങ്ങൾക്ക് ചക്ക തന്നെ ഒരു വല്ലാത്തൊരു ടേസ്റ്റുള്ള ചക്ക. ഇത് മറ്റേ നമ്മൾ പറഞ്ഞാണ് ഇപ്പോൾ വിയറ്റ്നാം മേറിലെയോ അല്ല അങ്ങനത്തെ പുതിയ പുതിയ ചക്ക തന്നെ ഒന്നുമല്ല. ഇതൊക്കെ നാടൻ ചക്ക തന്നെയാണിത്. പക്ഷെ ചക്ക ഓവർ വലിപ്പമൊന്നുമില്ല. ഏകദേശം ഒരു 3-4 കിലോ ഒക്കെ ഉള്ള ചക്കാണ്. വിയറ്റ്നാം മേറിലിൻ്റെ ഒക്കെ അതേ വലിപ്പമാണ് ചക്ക. എല്ലാതൊരു ചക്ക. ഈ ചക്കൊക്കെയാണ് ഇവിടെ നമ്മളതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. തൈകൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, വെച്ചാൽ നമ്മൾ വഡ് ചെയ്ത് ഒക്കെ എടുക്കണം. അങ്ങനെ ആകുമ്പോഴേ ആ ചക്കൻ്റെ അത് കിട്ടും, ക്വാളിറ്റി കിട്ടും. നമ്മൾ കുരു മുളപ്പിച്ചുണ്ടാക്കിയാൽ ചിലപ്പോൾ ആ ചക്ക ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ ചക്കനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. പ്ലാവും കാര്യങ്ങളും അതിൻ്റെ ചക്കയും ഒക്കെ. ഇതാണ് ആ പ്ലാവ്. പ്ലാവ് നല്ല നല്ല പഴക്കമുള്ള പിലാവാണ്, കുറച്ച് മൂപ്പുള്ള പിലാവാണ്. പക്ഷേ കഴിഞ്ഞ വർഷം നമ്മൾ ചക്ക കുറവാണ്. ഈ പ്രാവശ്യം നല്ലോണം ചക്ക ഉണ്ടായിരുന്നു. ഇപ്പോൾ ചക്ക ഒക്കെ കഴിഞ്ഞതാണ്. ഇനി ലാസ്റ്റ് ഇപ്പോൾ 4-5 ചക്ക ഒക്കെ ഉണ്ടാവും. ബാക്കി ചക്ക ഒക്കെ 2-3-4 പ്രാവശ്യമായിട്ട് ഇട്ടും കഴിഞ്ഞ് പിന്നെ എല്ലാവർക്കും കൊടുക്കുക. അവർ ഇടുന്ന സമയത്തൊക്കെ അടുത്ത വീട്ടുകാർക്കൊക്കെ കൊടുക്കും. പിന്നെ പുറത്തുള്ളവർക്കും ഇഷ്ടം പോലെ, പുറത്തുള്ളവരൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞൊക്കെ വരും, അവർക്കൊക്കെ കൊടുക്കും. അടിപൊളി ചക്കാണ്. നല്ല മൂപ്പുള്ള പിലാവാണ്. പിലാവ് തന്നെ നല്ലൊരു എമൗണ്ട് കിട്ടുന്ന പിലാവുണ്ട്. അടിപൊളി പിലാവാണ്. അപ്പോൾ നമ്മളടുത്ത് തന്നെയാണ് സംഭവം. ഇതാണിപ്പോൾ നമുക്ക് കിട്ടിയ ചക്ക. പക്ഷേ പ്രാവശ്യം കിട്ടിയ ചക്കാണിത്. അപ്പോൾ ഞങ്ങൾ പഴുത്ത് നിറ കിട്ടിയതാണ്. അപ്പോൾ അത് പഴുത്ത് നമ്മൾ മുറിച്ച് ഇതാണ്. അധികം വലിപ്പമൊന്നുമില്ല. ചക്ക നല്ല കളറാണ്, മഞ്ഞ കളറാണ്. മഞ്ഞ ഒരു ചുവപ്പ് കലർന്ന ഒരു കളറാണ്. അടിപൊളി. ഇതൊക്കെ കണ്ട ഇതിൻ്റെ കുരു വളരെ ചെറിയ കുരുവാണ്. കുരുവൊന്നും നല്ല ചുളക്ക് നല്ല കട്ടിയുള്ള. ഈ പ്ലാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് മഴക്കാലത്തും ഈ പ്ലാവിൻ്റെ ചക്കകളിൽ വെള്ളം കടക്കുക അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല. നല്ല മധുരം ഉണ്ടാവും. കൂടുതലും ഇത് മഴക്കാലത്താണ് ഉണ്ടാവില്ല. ഇപ്പോഴാണ് ഈ പ്രാവശ്യം അതാണ് വേനൽക്കാലത്തൊക്കെ ആയത്. സാധാരണ മഴക്കാലത്താണ് ഉണ്ടാവില്ല. ഒരു കേട് പറ്റില്ല. നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ ചക്കയാണ്. പഴുത്തിട്ട് തന്നെ അത് പഴുത്താലൊന്നും ഒരു പ്രശ്നമില്ല. കണ്ട അതിൻ്റെ ചക്ക ഒരു നല്ലൊരു മഞ്ഞ കളറായിട്ട് അടിപൊളി ചക്കാണ്. തിന്ന് പുതിയ നമ്മളിപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ടാണ് വെച്ചാൽ വേഗം കുട്ടികളത് അടിച്ച് പൊളിച്ച് തീർത്തോളും. ചക്കൻ്റെ ടേസ്റ്റ് കൊണ്ടാണ്. അങ്ങനെ വയറ്റുന്നൊന്നും അങ്ങനെ ഒരു കുഴപ്പമൊന്നും സംഭവമൊന്നുമില്ല. നല്ല ചക്ക. അപ്പോൾ നമ്മൾ ചക്ക എരിഞ്ഞിട്ടത് ചുളകളാണിത്. ഏകദേശം 3 കിലോ ഒക്കെ ഉണ്ടാവും. അല്ലാണ്ട് പിന്നെ ഇതിൻ്റെ ചെവണിയും കുരുക കെട്ടില്ലാതിനൊക്കെ ചക്ക തന്നെ അതിന് കാര്യമായിട്ട്. അടിപൊളി ചക്ക. ഇങ്ങനത്തെ ഒരു തൈകൾ ഉണ്ടാക്കിയിട്ട് വെക്കണം. ഇതിപ്പോൾ നമ്മളെ ഒരു പിലാവാണ്. അത് ചക്ക നല്ല കളറിലൊക്കെ ചക്ക തന്നെയാണ്. അപ്പോൾ ഒരു പഴുത്താലും കൂടെ വീഴലാണ്. പഴുത്ത് കഴിഞ്ഞാൽ അപ്പം പോകും.